ഇലോൺ മസ്ക്, ജെഫ് ബെസോസ്, ബെർണാർഡ് അർണോൾട്ട്. നമുക്കെല്ലാവർക്കും ഈ പേരുകൾ അറിയാം. അവർ സമ്പത്തിന്റെ ആധുനിക ഭീമന്മാരാണ്. പക്ഷേ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സമ്പന്നനായ വ്യക്തി ആര് ആയിരുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടോ? ചരിത്രം നമ്മെ രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും റാണിമാരെയും നൽകുന്നു, റോമൻ ചക്രവർത്തിമാരെയും ക്വീൻ വിക്ടോറിയയെയും പോലെ. എന്നാൽ അത്ഭുതകരമായി ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും സമ്പന്നനായ വ്യക്തി ഒരു ആഫ്രിക്കൻ രാജാവായ മൻസ മൂസ ആയിരുന്നു. അതെ, മധ്യയുഗത്തിൽ മൻസ മൂസ മാലിയുടെ സിംഹം എന്നറിയപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു രാജ്യം മാത്രമല്ല സ്വാധീനിച്ചത്, സ്വർണത്തിലും അദ്ദേഹത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം അനവധി സ്മാരക കെട്ടിടങ്ങൾ നിർമ്മിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ സമ്പത്ത് ഏകദേശം $400 ബില്യൺ വിലവരുമായിരുന്നു. വണ്ടർ ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ മൻസ മൂസ ആരായിരുന്നു, അദ്ദേഹം എങ്ങനെ മാലിയിലെ അതിവിപുലമായ സാമ്രാജ്യം നിയന്ത്രിച്ചു തുടങ്ങിയവ പരിശോധിക്കും. ഈ യാത്ര നമ്മെ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി സാമ്രാജ്യം അതിന്റെ സമ്പത്തിന്റെയും വികസനത്തിന്റെയും അഭിമാനത്തോടെ നിന്നിരുന്ന കാലത്തേക്ക് തിരികെ കൊണ്ടുപോകുന്നു. മാൻസ മൂസ ജനിച്ചത് ഏകദേശം 1280. അവന്റെ സഹോദരൻ അബൂ ബക്രിന് മാൻസ എന്ന പട്ടം നൽകി. അതിന്റെ അർത്ഥം രാജാക്കന്മാരുടെ രാജാവ്, മാലി സാമ്രാട്ടിന് മാത്രം നൽകിയ പദവി. അന്ന് അബൂ ബക്ർ മുഴുവൻ മാലി സാമ്രാജ്യം ഭരിച്ചു. പക്ഷേ അദ്ദേഹം സാധാരണ ഭരണാധികാരിയല്ലായിരുന്നു. കടലിനോടുള്ള ഒരു ആസക്തിയുണ്ടായിരുന്നു. ആ വേഷം അദ്ദേഹത്തെ ഒരു അന്വേഷകൻ രാജാവായി അറിയപ്പെടാൻ കാരണമായി. ജിജ്ഞാസ കൊണ്ടു പ്രേരിതനായി അദ്ദേഹം പടിഞ്ഞാറൻ ദിഗന്തത്തിന് അപ്പുറം ഭൂമികൾ കണ്ടെത്താൻ പുറപ്പെട്ടു. അദ്ദേഹം ഒരു ദൗത്യം ആരംഭിച്ച് കപ്പലുകളെ ഈ അറിയപ്പെടാത്ത ഭൂഖണ്ഡത്തിലേക്ക് അയച്ചു. ഒരു കപ്പൽ മാത്രമേ മടങ്ങിയെത്തിയുള്ളൂ, പക്ഷേ അത് അദ്ദേഹത്തെ തടഞ്ഞില്ല. അബൂ ബക്ർ രണ്ടാം യാത്ര ആരംഭിച്ചു. മാലിയൻ പാരമ്പര്യം അനുസരിച്ച് തന്റെ യാത്രയ്ക്കിടെ എന്തെങ്കിലും തെറ്റായാൽ തനിക്ക് പകരം യോഗ്യനായ ഭരണാധികാരിയെ നിയമിച്ചു. അദ്ദേഹം സിംഹാസനത്തിന് തന്റെ സഹോദരനായ മൂസായെ തെരഞ്ഞെടുത്തു. 2000 മുതൽ 3000 വരെ കപ്പലുകൾ നിർമ്മിച്ചു. 1312 അബൂ ബക്ർ തന്റെ വമ്പൻ കപ്പൽപ്പടയുമായി പടിഞ്ഞാറോട്ട് യാത്ര തിരിച്ചു. പിന്നെ ഒരിക്കലും കണ്ടില്ല. ഇന്നും ചിലർ വിശ്വസിക്കുന്നത് കൊളംബസിന് 2 നൂറ്റാണ്ടോളം മുമ്പ് മാലിയുടെ കപ്പലുകൾ ദക്ഷിണ അമേരിക്കയിലെത്തി എന്നാണ്. വാദവുമുണ്ട്. വ്യക്തമായ തെളിവുകളൊന്നുമില്ല, പക്ഷേ ആശയം ഇന്നും കൗതുകം ഉണർത്തുന്നു. കൊളംബസ് തന്നെ രേഖപ്പെടുത്തി, ഇരുണ്ട ത്വക്കുള്ളവർ തെക്കുകിഴക്കിൽ നിന്ന് വഞ്ചികളിൽ വന്ന് സ്വർണ വ്യാപാരം നടത്തി. അദ്ദേഹം ആഫ്രിക്കൻ ലോഹ വസ്തുക്കൾ നാട്ടിൻപുറക്കാരായ അമേരിക്കക്കാരുമായി കൈമാറ്റം ചെയ്യുന്നതായി രേഖപ്പെടുത്തി. ശേഷം നടത്തിയ രാസപരിശോധനയിൽ അമേരിക്കയിൽ കണ്ടെത്തിയ ചില സ്വർണങ്ങൾ ആഫ്രിക്കയിൽ നിന്നുള്ളതാണെന്ന് തെളിഞ്ഞു. അതെ, കൊളംബസിന് ഏറെ മുമ്പ് ആഫ്രിക്കയും അമേരിക്കയും തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഇതെല്ലാം അബൂ ബക്രിന്റെ നഷ്ടപ്പെട്ട യാത്രയുമായി ബന്ധപ്പെട്ടിരിക്കാമോ? ഇത് നമ്മിൽ ഭൂരിഭാഗം പേരും ഒരിക്കലും അറിയാത്ത ഒന്നാണ്. ഇന്നും 1312 മാൻസ മൂസ മാലി സാമ്രാജ്യത്തിന്റെ രാജാവായത് എങ്ങനെ എന്നത് നമുക്ക് വ്യക്തമല്ല. മുമ്പത്തെ മാൻസയ്ക്ക് എന്ത് സംഭവിച്ചു? ദുരഭാഗ്യവശാൽ മാലിയുടെ രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ വലിയൊരു ശൂന്യതയുണ്ട്. പക്ഷേ ഞങ്ങൾ അറിയുന്നത് ഇത് സ്വർണഖനികളുടെ കാരണത്താൽ ഉണ്ടായിട്ടുള്ള സമ്പന്നമായ സാമ്രാജ്യങ്ങളിലൊന്നായിരുന്നു. പുരാണം പറയുന്നു, ഇത് ഓരോ വർഷവും ഏകദേശം 100,000 ടൺ സ്വർണം ഉൽപ്പാദിപ്പിച്ചു. മാലിയിൽ ആ സ്വർണം മുഴുവൻ ഉടൻ മാൻസയുടെ സ്വത്തായി. വാസ്തവത്തിൽ ഒരിക്കൽ മാൻസ് അബൂ ബക്ർ ഏകദേശം ലോകത്തിന്റെ പകുതി സ്വർണ സംഭരണം നിയന്ത്രിച്ചിരുന്നു. അതുപോലെ അവന്റെ സഹോദരൻ മൂസയും സാമ്രാജ്യം കൂടുതൽ വികസിപ്പിക്കാൻ ആഗ്രഹിച്ചു. ആഫ്രിക്ക മുഴുവൻ അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടായിരുന്നിട്ടും പുറത്തുകാരെ ഭൂഖണ്ഡത്തിലെ ഏറ്റവും സമ്പന്നമായ സാമ്രാജ്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പ്രത്യേകിച്ച് യൂറോപ്യക്കാർ. അവർക്ക് ആഫ്രിക്ക ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. മാലിയെപ്പറ്റി പറയേണ്ടതില്ല. അതിനാൽ അത് മാറ്റാൻ മൂസ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രചാരണ പരിപാടികളിൽ ഒന്നിനെ നടത്തി. ഒരു വിശ്വസ്ത മുസ്ലിം ആയി അദ്ദേഹം മക്കയിലേക്ക് ഹജ്ജ് തീർത്ഥാടനം പോകാൻ തീരുമാനിച്ചു. പക്ഷേ അത് ഹജ്ജിനെക്കുറിച്ച് മാത്രമായിരുന്നില്ല. അവന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. അദ്ദേഹം 60,000 പേരെ കൂടി കൂട്ടിക്കൊണ്ടുവന്നു. സൈനികർ, വ്യാപാരികൾ, സ്ത്രീകൾ, കുട്ടികൾ, അടിമകൾ. മാലി യഥാർത്ഥത്തിൽ എത്ര ശക്തിയും സമ്പന്നതയുമുള്ളതാണെന്ന് ലോകത്തിന് കാണിക്കാനായിരുന്നു ഇത്. അദ്ദേഹം ടൺകണക്കിന് സ്വർണം കൊണ്ടുള്ള വൻ കരവാനുമായി യാത്ര തിരിച്ചു. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ യാത്രക്കാരനും, അതെ, ഓരോരുത്തരും 2 ജോഡി ആഡംബരാഭരണങ്ങൾ ധരിച്ചിരുന്നു. അദ്ദേഹം കടന്നുപോയ ഓരോ നാടുകളിലെ ജനങ്ങളുടെയും മനസ്സിൽ ഒരു അടയാളം പതിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതിനാൽ അടിമകളും സൈനികരും വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതായി അദ്ദേഹം ഉറപ്പാക്കി. അതെ, വഴിയിലുടനീളം ആളുകളെ പോറ്റാൻ അദ്ദേഹം ഭക്ഷണത്തിന്റെ ഒരു മല കൊണ്ടുവന്നു. 80 ഒട്ടകങ്ങൾ സ്വർണം മാത്രമേ കൊണ്ടുപോയുള്ളൂ. മൂസ എവിടെയായിരുന്നാലും
അദ്ദേഹം മിഠായി പോലെ സ്വർണം വിതരണം ചെയ്തു, നാട്ടുകാർക്കായി പള്ളികളും പണിതു. ഇത് വെറും മതയാത്രയല്ലായിരുന്നു, അത് ഒരു പൂർണ്ണമായും പുതിയ തലത്തിലുള്ള പരസ്യ നീക്കമായിരുന്നു. നിങ്ങൾ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്നതായി കരുതൂ, പിന്നെ മൂസ പോലുള്ള ഒരാൾ നിങ്ങൾക്ക് സ്വർണം കൊടുക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ തോന്നും? അന്ന് ആളുകൾക്ക് അനുഭവപ്പെട്ടത് അതേ രീതിയിലായിരുന്നു. മൂസയുടെ ഉദാരത മുഴുവൻ പ്രദേശങ്ങളും സമ്പന്നമാക്കി. അദ്ദേഹം എവിടെയായിരുന്നാലും സമ്പദ്വ്യവസ്ഥ മാറി. 12 വർഷങ്ങൾ കഴിഞ്ഞിട്ടും സിറിയൻ ചരിത്രകാരൻ അലുമാരി കെയ്റോയിലെത്തുമ്പോൾ ആളുകൾ ഇനിയും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. മൂസയുടെ മാസ്റ്റർ പദ്ധതി വിജയിച്ചു. അവന്റെ പ്രശസ്തി മിഡിൽ ഈസ്റ്റിൽ നിന്നും യൂറോപ്പിലേക്കും വ്യാപിച്ചു. അവസാനമായി കഥാപ്രസിദ്ധനായ വ്യക്തി എല്ലാം ആരംഭിച്ച വീട്ടിലേക്ക് മടങ്ങി. 1325ഓടെ 2 വർഷത്തെ തീർത്ഥാടനത്തിനു ശേഷം മൻസ മൂസ മാലിയെ പ്രശസ്തമാക്കി മാത്രമല്ല, മുൻനിര വാസ്തുശില്പികളും കവികളും മുസ്ലിം പണ്ഡിതന്മാരെയും വീട്ടിലെത്തിച്ചു. അത് വലിയൊന്നിന്റെ തുടക്കമായിരുന്നു. പണ്ഡിതന്മാരുടെയും വാസ്തുശില്പികളുടെയും സഹായത്തോടെ മൂസ ടിംബക്ടുവിനെ അറിവിന്റെ കേന്ദ്രമാക്കി മാറ്റി. അവൻ സ്കൂളുകളും പള്ളികളും നിർമ്മിച്ച് വിദ്യാഭ്യാസം പുരോഗമിച്ചിടം സൃഷ്ടിച്ചു. അത് മതവിദ്യാഭ്യാസത്തെക്കുറിച്ച് മാത്രമല്ല, അവൻ ശാസ്ത്രത്തെയും പ്രോത്സാഹിപ്പിച്ചു. ഗണിതശാസ്ത്രം പോലുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചു. അവൻ 7 ലക്ഷം കൈയെഴുത്തു പ്രതികളുള്ള ഒരു വൻ ലൈബ്രറിയും നിർമ്മിച്ചു. ടിംബക്ടു ഉയരാൻ തുടങ്ങി, ശക്തിയും സമ്പത്തും നിറഞ്ഞ ഒരു ആഫ്രിക്കൻ നഗരമായി മാറി. ഇസ്ലാമിക വിദ്യാഭ്യാസം പ്രദേശമെങ്ങും വേഗത്തിൽ പടർന്നു. പക്ഷേ മൻസ മൂസ നടത്തിയ മാറ്റങ്ങൾക്കായി സ്വന്തം ജനങ്ങളിൽ നിന്ന് എതിർപ്പ് നേരിട്ടു. മൻസ മൂസയുടെ മഹത്തായ സമ്പത്ത് അദ്ദേഹത്തെ ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനാക്കി. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ തന്റെ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായി അറിയപ്പെട്ടു. വിദഗ്ധർ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഇന്നത്തെ മൂല്യം പ്രകാരം ഏകദേശം $400 ബില്യൺ ആണെന്ന് കണക്കാക്കുന്നു. തുലനയ്ക്കായി ഇലോൺ മസ്കിന് $246 ബില്യൺ, ബെർണാഡ് ആർണോൾട്ടിന് $151 ബില്യൺ, ജെഫ് ബെസോസിന് $166 ബില്യൺ ഉണ്ട്. നിങ്ങൾ മൂസയെ ഇന്നത്തെ ബില്യണറുകളുമായി താരതമ്യം ചെയ്താൽ അദ്ദേഹം ഇന്നും മുകളിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ആരും പോലും അടുത്തെത്തിയില്ല. പക്ഷേ മുമ്പ് പറഞ്ഞതുപോലെ മൻസ മൂസക്ക് സ്വന്തം ജനങ്ങളിൽ നിന്ന് കടുത്ത വിമർശനം നേരിടേണ്ടി വന്നു. പലരും അദ്ദേഹത്തെ ഇസ്ലാമിന്റെ പക്ഷത്തേക്ക് പുരാതന ആഫ്രിക്കൻ ആചാരങ്ങൾ ഉപേക്ഷിച്ചതായി കുറ്റപ്പെടുത്തി. ഇസ്ലാം എത്തുന്നതിനു മുമ്പ് ആഫ്രിക്കൻ സമൂഹങ്ങൾ അവരുടെ പൂർവികരുടെ ആചാരങ്ങൾ പാലിച്ചിരുന്നുവെന്ന് ആചാരങ്ങൾ മൂസ ക്രമേണ മാറ്റി നിർത്തിയതായി പറയുന്നു. ചില റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സാമൂഹിക അസമത്വത്തെ സൂചിപ്പിക്കുന്നു. അദ്ദേഹം മക്കയിലേക്ക് പൊന്മലകൾ കൊണ്ടുപോയപ്പോൾ അത് മാലിയുടെ സമ്പദ്വ്യവസ്ഥയിൽ ദീർഘകാല സ്വാധീനം ചെലുത്തി. അദ്ദേഹത്തിന്റെ സ്വർണ്ണ വിതരണം മാലിയുടെ സമ്പദ്വ്യവസ്ഥയെ ബാധിച്ചേക്കാമെന്ന് പറയുന്നു. മൻസ മൂസയുടെ മരണത്തെക്കുറിച്ച് കൃത്യമായ വർഷം ഇന്നും ഒരു രഹസ്യമാണ്. ചില ഉറവിടങ്ങൾ പ്രകാരം അദ്ദേഹം 1332 1337 ഇടയിൽ മരിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ സിംഹാസനം ഏറ്റെടുത്തു. പക്ഷേ അതുപോലും വ്യക്തമായിട്ടില്ല. വ്യത്യസ്ത റിപ്പോർട്ടുകൾ വ്യത്യസ്ത കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി മൻസ മൂസയാണോ? ഉത്തരം ഒരുപക്ഷേ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന്റെ സ്വാധീനം പൂർണ്ണമായും പുരാണ പ്രസിദ്ധമാണ്. മൻസ മൂസ മാലിയെ അതിന്റെ സ്വർണയുഗത്തിലൂടെ നയിച്ചു. പക്ഷേ ആസക്തിയോടെ പറയേണ്ടത്, അദ്ദേഹം ഒരിക്കലും തന്റെ സാമ്രാജ്യം വികസിപ്പിക്കാൻ ശ്രമിച്ചില്ല. അവൻ തന്റെ മകനുവേണ്ടി ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്ന് വിട്ടുകൊടുത്തിട്ടും കാര്യങ്ങൾ തകരാൻ തുടങ്ങി. സാമ്പത്തിക പോരാട്ടങ്ങൾ, മകന്റെ ആഗ്രഹത്തിന്റെ അഭാവം, പരിമിതമായ വിഭവങ്ങൾ, സ്ഥിരമായ യുദ്ധങ്ങൾ എന്നിവ ക്രമേണ സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ചു. ചില ചരിത്രകാരന്മാർ പറയുന്നു, ഒരു പ്രാണാന്തക മഹാമാരി ടിംബക്ടുവിനെ ബാധിച്ചു. വടക്കൻ വിദേശികൾ കൊണ്ടുവന്ന പുതിയ രോഗങ്ങൾ അതിനെ കൂടുതൽ മോശമാക്കി. കാലക്രമത്തിൽ എല്ലാം മാറി, പക്ഷേ അതിന് എഴുത്തുപ്രമാണമില്ലാത്തതിനാൽ അത് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം മാലി സാമ്രാജ്യം ഒടുവിൽ തകർന്നു. ടിംബക്ടു മരുഭൂമിയിൽ ലയിച്ചു. ഇന്ന് മൻസ മൂസ ചരിത്ര പുസ്തകങ്ങളിൽ ജീവിക്കുന്നു, ആഫ്രിക്കയിലെ ഏറ്റവും മഹത്തായ ചരിത്ര പ്രസിദ്ധരുടെ പുറകെ. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ വണ്ടർ ഫാക്ട്സ് എന്ന പരിപാടിയുടെ ഈ എപ്പിസോഡ് ആസ്വദിച്ചിട്ടുണ്ടെന്ന്. താഴെയുള്ള കമന്റുകളിൽ നിങ്ങൾ എന്താണ് ചിന്തിച്ചതെന്ന് ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് അത് ഇഷ്ടമായെങ്കിൽ അത് പങ്കിടാൻ മടിക്കേണ്ട. ഇത്തരത്തിലുള്ള കൂടുതൽ അത്ഭുതകരമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാണുന്നതിനായി നന്ദി.